ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ വ്ളോഗ്. അപ്പോൾ എല്ലാവർക്കും സുഖം വിചാരിക്കുന്നു. അപ്പോൾ ഇതുവരെ വ്ളോഗെല്ലാം കണ്ടവർ വീണ്ടും ഇത് കണ്ടിന്യൂസ് ആയിട്ട് കാണുക. എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എനിക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പം താങ്ക് യു സോ മച്ച്. നിങ്ങൾ കാണുന്നുണ്ട് കുറേ ആൾക്കാർ, പിന്നെ കുറേ കമന്റ്സ് ഒക്കെ വരുന്നുണ്ട്. കമന്റ്സ് ഇൻ ദ സെൻസ് ലൈക്ക് എനിക്ക് ഇൻസ്റ്റാഗ്രാമിലൊക്കെ പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കുന്നുണ്ട്. അപ്പം ആൾക്കാർക്കൊക്കെ കുഴപ്പമില്ല, റെഡിയാ വരും. പിന്നെ ഇപ്പൊ ഇന്ന് രാവിലെ എഴുന്നേറ്റ് നമ്മൾ ഓഫീസിലോട്ട് പോവാണ്. ഓഫീസിൽ പോയിട്ട് ഇന്ന് അവിടുത്തെ കഥയായിരിക്കും. അവിടുത്തെ കഥയും പിന്നെ ഇന്ന് ഓവറോൾ നിങ്ങൾക്കറിയാമല്ലോ, എന്റെ ബ്ലോഗ് എന്ന് പറഞ്ഞാൽ അൺപ്രഡിക്റ്റബിൾ ആണ്. എന്താണ് നടക്കുന്നതെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. അത് നടക്കുമ്പോൾ അങ്ങ് നടന്നു പോകുന്നു. അപ്പം ഓരോ കാര്യങ്ങൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ഞാൻ ഷൂട്ട് ചെയ്ത് തുടങ്ങും. ഇന്നത്തെ കാര്യങ്ങൾ അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ആണ് ഞാൻ അറിയുന്നത്, ഇതാണ് ഇന്ന് സംഭവിച്ചത്. ഇപ്പൊ സോസേജ് റോളാണ് ഇന്നും ഉള്ളത് കയ്യില്. ക്രഞ്ചി ഇന്ന് രാവിലെ നല്ല ഇടിവെട്ട് മഴയായിരുന്നു. ഞാൻ വിചാരിച്ചു പോക്ക് കിടക്കത്തില്ല. ഭയങ്കര മഴയും ഭയങ്കര ഇടിയും. ഇപ്പോൾ കുറച്ച് കുറവുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് UK വന്നിട്ട്, ഭയങ്കര ചൂടാണ് ഇപ്പോൾ ഇവിടെ. ഞാൻ ആദ്യമായിട്ട് ഇപ്പോൾ UK വന്നിട്ട് ഇപ്പം ഷർട്ടൊക്കെ മാത്രം ഇട്ടിട്ട് ഇറങ്ങുന്നത്, ജാക്കറ്റൊന്നും ഇടാതെ. മഴയത്ത് ഭയങ്കര ചൂടത്തൊരു മഴ പെയ്തപ്പോൾ ഒരു ആശ്വാസം. ഇത് ഇവിടുത്തെ മെയിൻ ഒരു സ്പോട്ടാണ് കേട്ടോ. ന്യൂകാസിലെ ഒരു മെയിൻ സ്പോട്ടാണ് ഈ കാണുന്ന സ്ഥലം. ഇവിടെ എല്ലാം ഒരു ഹാങ് ഔട്ട് പ്ലേസ് പോലെയാണ്. എല്ലാവരും വരും. ഇപ്പോൾ ഇവിടെ മഴയാണ്ട് ആൾക്കാരൊന്നും ഇല്ല, പക്ഷെ യൂഷ്വലി ഇവിടെ നല്ല ക്രൗഡ് ആയിരിക്കും. ബ്രോ അവൻ എനിക്ക് കുറച്ച് ബിസ്ക്കറ്റ് കൊണ്ടുവന്നുണ്ട്. ഇത് കോക്കനട്ടിന്റെ ബിസ്ക്കറ്റും കൊണ്ടാണ് വന്നേക്കുന്നത്. ഇത് നമ്മൾ ഇന്ന് അവിടെ പോയി നൈസായിട്ട് ചായ എല്ലാം കൂട്ടി, ചായയും ബിസ്ക്കറ്റും. ബംഗാളി Karakcha. Oh, Bengali Karakcha is very, very famous, right, bro? This is because I'm Bengali, bro. Yeah, Karakti last time, bro. You know when last time I had Karakti when I was in Dubai. Dubai usually they usually drink more Karakti. So how is life, bro? Life's good. No shit now. Why it's shit? Going to office. The UK weather കണ്ടോ? നമ്മള് ഫുൾ ഇപ്പൊ കണ്ട കുറച്ച് വെയിൽ പോലുണ്ട്, പക്ഷെ ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് പെരുമഴ തുടങ്ങും. ഇവിടെ മഴയാണ്, ചാറ്റൽ മഴയാണ്. It was heavy, then it drizzled, and then thunder lightning. Yeah, so really bad. Very bad. And even I felt like I should work from home today. I thought like, okay, we'll sit in home. When you Marja won't let us. What? Marja won't let us. Yeah, now she because like it's been I've been working from home for past 1 week. I've been working from home for a month. Argentina, Dina. Messi. One eternity later. Random full off. 2 days off, bro. What's your plan on weekends? What? So he's working. എല്ലാവരും വീക്കെൻഡ് ആയാലും പണിയെടുക്കും. ഇവിടെ നിന്നാണ് പ്രശ്നം. ആരും ഫ്രീ അല്ല. വീക്കെൻഡിന് നമ്മൾ ഇങ്ങനെ ജോലി എന്തെങ്കിലും ഒക്കെ എടുത്തുകൊണ്ടിരിക്കണം. നമ്മൾ ആരും ഫ്രീ ആവും. That's the main problem. Just the pesa and money, right? Need to make money to survive. Yeah, no, bro. So we all work together. don't come to the UK. Shit life. Work 24/7. No breathing. Yeah. Nothing. Tell the blind truth, bro. Tell the truth. Blind truth. Yeah. Tax every time. Yeah. Money every time. Family money every time. Every time you need more money, right? You make money, you come out of zero. You have savings, bro. What's that? Savings are there, but you always want more money. Yeah, to survive. Yeah. Just more money. Yeah, that's right. So that's a reality. ഇതാണ് റിയാലിറ്റി. ഇഷ്ടം പോലെ ക്യാഷ് ഉണ്ടാക്കും, പക്ഷെ കയ്യിൽ 5 പൈസ ഇല്ല. ക്യാഷ് ഇങ്ങോട്ട് വരും, ക്യാഷ് പോകും, വരും പോകും. ക്യാമറ ഓൺ ആക്കിയപ്പോ അവൾക്കൊന്നും പറയാൻ പറ്റില്ല. അവള് ഭയങ്കര കോൺഷ്യസ് ആയി. ഭയങ്കര കോൺഷ്യസ് ആയി. ഞാൻ വിചാരിക്കുന്നത് തിരിച്ചു വെച്ചോണ്ട് പോയ നോക്കുവാണെന്നാണ് വിചാരിച്ചത്. ഇൻട്രോ ഒക്കെ കൊടുത്തായിരിക്കും തുടങ്ങുന്നത്. പാട്ട് ഞാൻ പാടുന്ന പാട്ട് പാട്. ഇനി വരത്തില്ല, അത് പോയി ആ സാധനം പോയി. ഇനി ഇത് കിട്ടാൻ പാടാ. നദി കെ കിനാരെ ജല ജല ജ കിന്നരി കി റാണി. അങ്ങനെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പാടൂടി.
ഇവർക്ക് ഇവിടെ അവസാനം ഞാൻ പ്രാന്ത് പിടിപ്പിക്കും. ഉണ്ടാക്കും അങ്ങനെ. സ്പോട്ടിൽ എഴുതും. ശോ, എനിക്ക് കിട്ടില്ല. അത് ആ സ്പോട്ടിൽ കിട്ടണം. എൻ്റെ അടുത്ത് ഒരു ഇവിടെ ക്യാമറ എപ്പോഴും ഉണ്ടായിരുന്നെങ്കിൽ കിട്ടും. അങ്ങനെ എപ്പോഴും വെച്ചത് ബിഗ് ബോസ് വീടോ? കിട്ടിയിട്ടുണ്ട്. അയ്യോ, അത് കൊള്ളാം, ലുക്കുണ്ട്. അത് ഫിൽറ്റർ ഇട്ടേക്കോളൂ. അതാ വീട്ടിലിടാനുള്ള ചെരുപ്പ് എന്റെ ചെരുപ്പ് 2 കൊണ്ടുള്ളൂ. വീട്ടിലിടാനുള്ള എന്റെ ചെരുപ്പ് പന്നലായി. ഓ, അത് കൊള്ളാനോടി. കൊള്ളാം നോക്കട്ടെ, ഒരു രസം ഉണ്ടല്ലേ. ഒന്ന് പിടിച്ചേ. ഇത് കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഈ കളർ ഇഷ്ടപ്പെട്ട്. ഇത് എവിടെ നിന്ന് ഒപ്പിച്ചേ? കുഴപ്പമില്ല, സെറ്റ് സാധനം. ഓ കടയത് കൊള്ളാടി. അത് ഈ വൈറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടാട്ടാ. അത് കൊള്ളാം, പക്ഷെ വൈറ്റ് കൊള്ളാം. വൺ ഡേ അറ്റ് എ ടൈം. ഓ ഇത് കൊള്ളാം കേട്ടോ. അത് ഈ അലമ്പില്ല കേട്ടോ, കാണാൻ ഒരു അന്തസ്സുണ്ട്. ഇട്ട് നോക്കണം. അതെന്ത് ജീൻസോ? ഇതെന്നാ? ഇത് എവിടെ നടി വാങ്ങിച്ചത്? നമ്മള് പാവങ്ങൾക്ക് ഷീന വെക്കും. അതൊക്കെ നമുക്ക് 2 പൗണ്ട് 3 പൗണ്ട് കിട്ടും. അതൊക്കെ നമുക്ക് 5 പൗണ്ട് 6 പൗണ്ട് കിട്ടും. ഷീന സ്റ്റൈലിങ്, നല്ല അടിപൊളി ഡ്രസ്സും ഉണ്ടല്ലേ. നല്ല സ്റ്റൈലിഷ്, നല്ല സ്റ്റൈലാണ്. എനിക്ക് രസമുണ്ട്. എനിക്ക് ടീഷർട്ട് ഇഷ്ടപ്പെട്ടു. അതെന്തത്? ബെഡ്ഷീറ്റോ? ഇത് ഡെനിമിന്റെ. ഇത് വെള്ള ടീഷർട്ടിന്റെ കൂടെ ഇടാം. നിനക്ക് കയറുമല്ലേ? ഓ ക്ലാസ്. പാവങ്ങളുടെ ഷീ. അതുള്ള ഇതെനിക്ക് അമലാഫി. സന്തോഷമായോ? ഹാപ്പിയായി? നീ തന്നെ വാങ്ങിച്ചു, നീ തന്നെ ഹാപ്പി. അതൊരു ഹാപ്പിനെസ് പോലെ പറഞ്ഞ മനസ്സിലാവത്തില്ല. എനിക്ക് ഇതൊരു സന്തോഷം. കുറച്ച് പുതിയ തുണി കാണുമ്പോൾ പാവാടയും കൂടെ വരാനുണ്ട്, വന്നിട്ടില്ല. നാളെ ഓഫീസ് പോകുമ്പോൾ ഇടാൻ വേണമെങ്കിൽ. എന്താ ശരി, ഞാൻ പുറത്ത് പോകുമ്പോൾ ഇടാൻ വേണ്ടി വാങ്ങിച്ചാ. ഓഫീസ് പോകുമ്പോൾ വേറെ ഇട്ട് പോകും. ആ ബ്ലാക്ക് ഷർട്ട് ഇട്ടിട്ട് പോകുന്നതാണ്. ഇത് കറക്റ്റ് ഫിറ്റാ. ഇത് ലൂസ് ഒന്നും അല്ല, ഇത് കറക്റ്റ് ഫിറ്റാ. ഞാൻ വിചാരിച്ചത് ഇത് കറക്റ്റ് അടിക്കും. നല്ല കട്ടിയുണ്ടല്ലേ ടീഷർട്ടിന്. പൈസ ഇതിന്റെ ആവശ്യമുള്ളൂ. ചീപ്പെന്ന് പറഞ്ഞാൽ 5 പൗണ്ട്. ബ്രാൻഡിന്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് ഏതാണോ ഡ്രസ് നമുക്ക് ഇടുമ്പോൾ ചേരുന്നത്. The way we carry ourselves is important. ഓ ഇത് പൊളിച്ചേട്ടാ. ഇത് പൊളി മോളെ. കളറ് കൊള്ളാലോടി. എനിക്ക് വൈറ്റ്. ഇതിന്റെ കൂടെ ബ്ലാക്ക് ആ നല്ലത്. ബ്ലാക്ക് പാന്റ്. ഇത് കൊള്ളാം. ഇത് ലൂസായിട്ട് കിടക്കണ്ടേ? ഇത് കൊള്ളാടി. ഇത് ഷൂട്ട് മതിയല്ലേ? ഇത് എവിടെ പുറത്ത് എവിടെ പോകുമ്പോ പള്ളി പോകുമ്പോഴാ. എന്താ പള്ളി പോയിട്ടൂടെ ഗൈസ്? അപ്പോൾ ഇന്നലെ ഒരു കാര്യമുണ്ട്. ഇന്നലെ ആണെങ്കിൽ സത്യം പറഞ്ഞാൽ ആ ഡ്രസ്സൊക്കെ എടുത്തിട്ട്, ആ ടീഷർട്ടൊക്കെ എടുത്തിട്ട് ഇതിന് ശേഷം ഞാനാണെങ്കിൽ ഇതിന്റെ എക്സിറ്റ് വീഡിയോ, അതായത് ഔട്ട് വീഡിയോ എടുക്കാൻ മറന്നുപോയി. എന്ത് പറഞ്ഞു നിർത്തുന്നു, നമ്മൾ ഇന്നും കഥ പറഞ്ഞ് നിർത്തുമല്ലോ, അതെടുക്കാൻ മറന്നുപോയി. ഇതിപ്പോൾ ഞാൻ രാവിലെ ഷൂട്ട് ചെയ്യുന്നത്, ഉച്ചയ്ക്ക്. അപ്പം അത് ഇന്നലെ ആണെങ്കിൽ ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നപ്പം ഞാൻ കിടന്നങ്ങ് ഉറങ്ങിപ്പോയി സത്യം പറഞ്ഞാൽ. ഇന്നലെ അതെല്ലാം കഴിഞ്ഞ് ആ ഡ്രസ്സൊക്കെ എടുത്ത് വാരി വലിച്ചിട്ട് കുറച്ച് സ്റ്റൈലൊക്കെ ചെയ്ത് നിന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് കിടന്നുറങ്ങി. അപ്പം മറന്നുപോയി. അപ്പോഴും ഞാൻ ആലോചിച്ചു, ശരി ഞാൻ എന്തോ മിസ്സിംഗ് ആണ്. ഇന്നലെ രാത്രി കിടന്നപ്പോഴേ എനിക്കറിയാം എന്തോ ഞാൻ മിസ് ചെയ്യുന്നു. പക്ഷെ എനിക്ക് ഓർമ്മയില്ല. ഇന്നിപ്പോൾ രാവിലെ എഴുന്നേറ്റ് വീഡിയോ എഡിറ്റ് ചെയ്യാൻ നോക്കുമ്പോഴാണ് പോയി ഇതിന്റെ ഔട്ട് കാണുന്നില്ല. സംഭവം മനസ്സിലായി. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ വേറെ എന്ത് പറയാനുള്ളത്? അപ്പം എല്ലാം പറഞ്ഞ പോലെ അപ്പം നാളെ പുതിയ വ്ളോഗുമായിട്ട് വരും. അപ്പം എല്ലാം പറഞ്ഞ പോലെ പീസ്.